നമുക്ക് കുലദേവതയോടുള്ള ബന്ധം എന്താണ്? ഭൗതികമായിട്ടുള്ള ബന്ധമാണോ? അല്ല. മാനസികമായിട്ടുള്ളൊരു ബന്ധമാണോ വേണ്ടത്? അതും അല്ല. ആത്മീയമായിട്ടുള്ളതാണോ വേണ്ടത്? അതുമല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കുലദേവതയോട് ഏത് തരത്തിലുള്ള ബന്ധമാണ് നാം പുലർത്തേണ്ടത്? നാം നമ്മുടെ കുലദേവതയോട് ഹൃദയബന്ധമാണ് പുലർത്തേണ്ടത്. ആ ഹൃദയബന്ധം എന്ന് പറയുന്നത് അതൊരു വൈകാരികമായിട്ടുള്ള ബന്ധമാണ്. നമ്മുടെ ഒരു വികാരമായിരിക്കണം നമ്മുടെ കുലദേവത എന്നുള്ളതാണ് ഇതിൽ നിന്ന് നാം പഠിക്കേണ്ടത്. ആ ഒരു ദേവതയുമായിട്ടുള്ള നമ്മളുടെ ആ വൈകാരിക ബന്ധം അത് നാം നമ്മുടെ സ്വന്തം അമ്മയോട് ഉള്ള ഒരു ബന്ധമാണ്. ആ ഒരു വൈകാരികമായിട്ടുള്ള ഹൃദയമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുലദേവതയെ, എൻ്റെ കുലദേവതയെ ആദ്യമായിട്ട് നാം പ്രതിഷ്ഠിക്കേണ്ടത് സ്വന്തം ഹൃദയത്തിലാണ്. ആ സ്വന്തം ഹൃദയത്തിലാണ് ഒന്നാമതായിട്ട് നമ്മുടെ കുലദേവതയ്ക്ക് നാം സ്ഥാനം കൊടുക്കേണ്ടത്, ഇരിപ്പിടം കൊടുക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ കുലദേവതയുടെ ആ ശ്രീകോവിൽ നമ്മൾ ആദ്യമായിട്ട് പണിയേണ്ടത്. അവിടെയാണ് നമ്മുടെ കുലദേവതയ്ക്ക് നമ്മളൊരു ഇരിപ്പിടം കൊടുക്കേണ്ടത്. മറ്റെല്ലാം ഇരിപ്പിടത്തിലേറെ ആ ഒരു വൈകാരികമായിട്ടുള്ള ആ ഹൃദയംഗമായിട്ടുള്ള നമ്മുടെ സ്വന്തം ഹൃദയത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ആ കുലദേവതയെ പ്രതിഷ്ഠിക്കൂ. അത് കഴിഞ്ഞ് ബാക്കി എല്ലാം ഉള്ളൂ. ആ ഹൃദയബന്ധം നമുക്ക് ആ ഒരു ദേവതയോട്, ആ ഒരു കുലദേവതയോട് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കൂടെ അങ്ങനെ നിറഞ്ഞു നിൽക്കും. നമുക്കൊരു വികാരമായിട്ട് നമ്മുടെ സ്വന്തം അമ്മയെ പോലെ, നമ്മുടെ സ്വന്തം രക്ഷിതാവിനെ പോലെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് ആ കുലദേവതയുടെ മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും റെസ്പെക്റ്റ് കൊടുക്കുക, അത്രയും ബന്ധം കൊടുക്കുക എന്നുള്ളതാണ്, ആ ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ഹൃദയത്തിലൊക്കെ പ്രതിഷ്ഠിച്ചു എങ്കിലും നമ്മുടെ ആ ദേവത എൻ്റേത് മാത്രമല്ല, ആ കുടുംബത്തിൻ്റെയും അതുപോലെ ആ കുലത്തിൻ്റെയും കൂടിയാണ്. അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ അത് കുടികൊള്ളുന്നു എന്നുള്ളത് സത്യമാണ് എങ്കിലും അത് എല്ലാവരുടെയും ആ ഹൃദയത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്നില്ല നമ്മുടെ കുലത്തിൽ. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കുലദേവതയ്ക്കൊരു ഒരു സ്ഥാനം, ഒരു ഇരിപ്പിടം നമുക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമല്ലേ? കാരണം നമുക്ക് എല്ലാ മനുഷ്യർക്കും, നമ്മൾക്കൊക്കെ ഒരു വീടുണ്ട്, നമുക്ക് കിടക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, നമുക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, നമുക്ക് ഊണ് കഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, നമുക്ക് യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പം മനുഷ്യനെന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളും നമുക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ കാരണക്കാരനായിട്ടുള്ള ആ ഒരു നമ്മുടെ കുലദേവതയ്ക്ക് നമ്മളെല്ലാവരും കൂടി ഒരു ഇരിപ്പിടം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ഏറ്റവും മഹത്തായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ ജന്മത്തിൽ നമ്മുടെ തലമുറയിൽ നമുക്കത് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. വരും തലമുറ എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മാതൃകാപരമായിട്ട് അത് ചെയ്തു വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ കുലദേവതയ്ക്ക് നമ്മളൊരു ഇരിപ്പിടം എന്നുള്ളൊരു സംവിധാനം നമ്മൾ ചിന്തിക്കുകയും അങ്ങനെ ആ ഒരു ഇരിപ്പിടം നമ്മൾ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുലദേവതയ്ക്ക് ഇതിലധികം സന്തോഷം മറ്റൊന്നില്ല. ആ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരു ഇരിപ്പിടം കൊടുക്കുക എന്നുള്ളത് വലിയ കാര്യമായിട്ട് കുലദേവതയ്ക്ക് അത് അത്ര ഹൃദയംഗമായിട്ട് നമ്മളോടത് ചേർന്ന് നിൽക്കും. കാരണം എപ്പോഴാണ് നമ്മളൊരാളെ ബഹുമാനിക്കുന്നത് ആ സമയത്താണ് അവരുടെ സ്നേഹം, അവരുടെ ആനുകൂല്യം നമുക്ക് തീർച്ചയായും കിട്ടുക എന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ കുലദേവതയുടെ മുഴുവൻ ആനുകൂല്യങ്ങളും ശക്തിയും സംരക്ഷണവും എല്ലാം നമ്മുടെ കുലത്തിന്, കുടുംബത്തിന്, ഈ വ്യക്തികൾക്കൊക്കെ കിട്ടണമെങ്കിൽ
ആ ഒരു സ്ഥാനം കൊടുക്കുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് കുടുംബങ്ങൾ അങ്ങനെ ആ കുലദേവതയ്ക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള സ്ഥാനമാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക? നമുക്ക് ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു ഒരു ദേവതയ്ക്ക് വേണ്ടി ഒരു ശ്രീകോവിൽ പണിയാം, അല്ലെങ്കിൽ ഒരു മണ്ഡപം പണിഞ്ഞ് ആ ദേവതയെ അതിൽ കുടിയിരുത്താം. അതിനും നമുക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു തറയെങ്കിലും നമുക്ക് നമ്മളെ കുലത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഏതെങ്കിലും ഒരു തറവാട്ടിൽ, ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു തറയെങ്കിലും നമുക്ക് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് അതൊരു സ്ഥാനം കൊടുക്കുകയാണ്. ഇനി ആ ഒരു തറ എന്നതിലുപരി അതിനും നമുക്ക് സാധ്യമല്ലെങ്കിൽ ഒരു കല്ലെങ്കിലും, ഒരു കല്ല് ഒരു ഭാഗത്തെങ്കിലും നല്ല വൃത്തിയായിട്ട് ഒരു സ്ഥാനം കൊടുക്കുന്നതും കുലദേവതയ്ക്കൊരു സ്ഥാനമാണ്. അങ്ങനെ ആ ഒരു കല്ല് എന്നുള്ളൊരു സ്ഥിരമായിട്ട് നമുക്കത് ആ ഒരു സംവിധാനം നമുക്ക് സാധ്യമല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോ വർഷത്തിലും നമുക്ക് പൂജ ചെയ്യുന്ന സമയത്ത് അതിനായിട്ടൊരു പീഠം നമുക്ക് മാറ്റിവെക്കാം, ഒരു ഇരിപ്പിടം നമുക്ക് മാറ്റിവെക്കാം. ആ ഇരിപ്പിടത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് നമുക്ക് വർഷത്തിലുള്ള ആ പൂജ ചെയ്യാം, അല്ലെങ്കിൽ മാസത്തിലുള്ളൊരു പൂജ ചെയ്യാം. അത് നമ്മളെ കുടുംബങ്ങളിൽ ഏത് വീട്ടിൽ, നമ്മുടെ തറവാട്ടിലും പ്രധാനപ്പെട്ട ഒരു വീട്ടിൽ ആ ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് നമുക്ക് വർഷത്തിലൊരിക്കൽ പൂജ കൊടുത്ത് കൊണ്ടാടാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഇപ്പോൾ നമുക്ക് സ്റ്റെപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. എന്തായാലും ഒരു സ്ഥാനം കൊടുക്കുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനാദ്യം നമ്മൾ വർഷത്തിൽ പൂജ ചെയ്യുന്ന സമയത്ത് ഒരു പീഠം വെച്ച് ആ പൂജ കഴിഞ്ഞ് അതിനുശേഷം ആ പീഠം മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കല്ല് വെക്കാൻ പറ്റുമോ, സ്ഥിരമായിട്ടൊരു കല്ല് വെക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കല്ല് വെച്ച് മുന്നോട്ട് പോകാം. അതിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ അതൊരു തറയാക്കി ആ തറയിൽ നമുക്കൊരു പീഠം വെക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ ആ തറയിൽ ഒരു കല്ല് വെച്ച് അവിടെ നമുക്കൊരു കുലദേവതയ്ക്ക് ഒരു സ്ഥാനം കൊടുക്കാൻ സാധിക്കണം. അതിലും നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു മണ്ഡപം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ശ്രീകോവിലുണ്ടാക്കി നമുക്ക് ഒരു സ്ഥാനം കൊടുക്കാൻ സാധിക്കണം. ഇങ്ങനെ പുരാതന പൂർവികരായിട്ടുള്ള നമ്മുടെ പിൻതലമുറക്കാർ അങ്ങനെ അവരുടെ കുലദേവതയ്ക്ക് കൊടുത്ത ഓരോ സ്ഥാനങ്ങളാണ് ഇന്ന് പ്രിയ കൂട്ടരെ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ പരമ്പരയ്ക്കൊക്കെ ഇന്ന് നമ്മൾ പോയി തൊഴുകുന്ന ഓരോ ക്ഷേത്രങ്ങളും മുൻകാലത്ത് ഓരോ കുലദേവതയെയും സംരക്ഷിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾക്ക് ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴുകാൻ പറ്റുന്നൊരു സ്ഥാനമുണ്ടായത്. ഈ പ്രകൃതിയിൽ ഒരു ദേവതയ്ക്ക്, ഈ ഭൂമിയിൽ ഒരു ദേവതയ്ക്ക് ഒരു സ്ഥാനമുണ്ടായത് പൂർവികർ ചെയ്തു വെച്ചിട്ടുള്ള, ഇതുപോലെ പൂർവികർ ചെയ്തിട്ടുള്ള മഹത്തരമായിട്ടുള്ളൊരു സ്ഥാനം കൊടുക്കുക എന്നുള്ളൊരു വലിയ കർമ്മത്തിൻ്റെ ഒരു പരിണിത ഫലമാണ്. ഇന്ന് നാം അത്രയും ആത്മീയമായിട്ട് നമുക്കൊരു കേന്ദ്രമുണ്ടെങ്കിൽ അത് പൂർവികർ ചെയ്തു വെച്ചതിൻ്റെ പുണ്യമാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഒരിക്കലും നമ്മളൊരു ദേവതയ്ക്ക് ഒരു സ്ഥാനം കൊടുത്താൽ ഭാവിയിൽ നമുക്കതുകൊണ്ട് പ്രയാസങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഭാവിയിലുള്ള നമ്മളെ തലമുറ അതുകൊണ്ട് പ്രയാസപ്പെടുമെന്ന് ഒരിക്കലും ഒരാളും വിചാരിക്കരുത്. അവിടെ ശക്തിയുണ്ടെങ്കിൽ, അവിടെ നമ്മൾ കൊണ്ടാടിയിട്ടുണ്ടെങ്കിൽ, അവിടെ സത്യമുണ്ടെങ്കിൽ അത് നിലനിൽക്കും. മനുഷ്യകുലമുള്ള കാലം മുതൽ അവിടെ അത് നിലനിൽക്കും. കാരണം നമ്മളല്ലെങ്കിൽ അടുത്ത തലമുറയിൽ ആരെങ്കിലും, ഒന്നുമില്ലെങ്കിൽ പൊതുജനങ്ങൾ വരെ ആ ഒരു ക്ഷേത്രം, അല്ലെങ്കിൽ ആ ഒരു ശ്രീകോവിൽ, അല്ലെങ്കിൽ ആ ഒരു മണ്ഡപം ആ ദേവതയെ കൊണ്ടാടിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതിൽ 100% ഉറപ്പാണ്. പക്ഷെ അത് യുഗങ്ങൾ കഴിഞ്ഞാലും ആ ഒരു ചൈതന്യത്തിൻ്റെ ശക്തി ആ കുലത്തിന് തീർച്ചയായിട്ടും ഭാവിയിൽ നമ്മുടെ മക്കളായിട്ടുള്ള അവർക്ക് തീർച്ചയായിട്ടും അവരുടെ പേരിൽ, അവരുടെ പരമ്പര ചെയ്തു വെച്ച ഒരു ശ്രീകോവിൽ അല്ലെങ്കിൽ ഒരു കുലദേവതയ്ക്ക് ഒരു മണ്ഡപം പണിഞ്ഞു വെച്ചതിൻ്റെ കാരണം കൊണ്ട് ആ കുലം ഉന്നതിയിലെത്തുകയും ആ കുലത്തെ ആ ദേവത സംരക്ഷിക്കുകയും സർവ്വ അനുഗ്രഹങ്ങളും നിരന്തരം തലമുറകളോളം അത് കിട്ടാൻ കാരണമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഇന്ന് നമ്മൾ പട്ടുമെത്തയിൽ കിടക്കുന്നു, 2 നില മണിമാളികയിൽ നമ്മൾ ജീവിക്കുന്നു, കാറുകളിൽ നമ്മൾ യാത്ര ചെയ്യുന്നു എന്നൊക്കെ പറയുമെങ്കിലും നമ്മളുടെ കുലദേവതയ്ക്ക് ഒരു സ്ഥാനം കൊടുക്കാൻ ഒരു വീട്ടുകാരല്ല, ഒരുപാട് വീട്ടുകാർ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു സ്ഥാനം കൊടുക്കാൻ നമുക്ക് സാധിക്കും.
അതിന് കുറച്ച് സ്ഥലം മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്കതിന് സാധിക്കും. ഇതിന് സാധിക്കില്ല എന്നുള്ളത് ആർക്കും പറയാൻ അവകാശമില്ല. കാരണം ഇന്ന് നമ്മളത്ര സുഖലോലുപരായിട്ടാണ് നമ്മളൊക്കെ കഴിയുന്നത്. അപ്പം നമ്മളൊക്കെ ഇന്നും നിലനിൽക്കാൻ, നമ്മളെ പരമ്പര നിലനിൽക്കാൻ ആ കുലദേവത മുൻകാലത്ത് ആ കുലദേവത നമ്മളെ കുലത്തെ സംരക്ഷിച്ചത് കൊണ്ടാണ് എന്ന് നമ്മൾക്ക് ഉത്തമ ഓർമ്മയുണ്ടെങ്കിൽ എല്ലാവരും ഇതിനു വേണ്ടി മുന്നിട്ട് സകലവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഭേദഭാവങ്ങളും മറന്ന് നമ്മുടെ കുടുംബത്തെ ഒരുമിച്ച് കൊണ്ടുവന്ന് നമുക്ക് കുലദേവതയ്ക്കൊരു സ്ഥാനം കൊടുക്കുകയും ആ സ്ഥാനത്തെ ആ കുലദേവതയെ പ്രതിഷ്ഠിക്കുകയും, അതൊരു കല്ല് കൊണ്ടാവാം, ഒരു മരത്തിൻ്റെ ഒരു പലക കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രൂപം കൊണ്ടാവാം നമ്മളത് പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള നമ്മുടെ ഒരു കുടുംബം, ഒരു കുലം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചിന്തിക്കേണ്ടത്. ഇതൊരു വ്യക്തി ചിന്തിക്കേണ്ട കാര്യമല്ല, ഇതൊരു കുടുംബം ചിന്തിക്കേണ്ട കാര്യമല്ല, ഒരുപാട് കുടുംബങ്ങൾ ചേർന്നിട്ടുള്ള ആ കുലം ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ കുലദേവതയുടെ പവർ, ആ ശക്തി, ആ വൈകാരികമായിട്ടുള്ള നമ്മളുടെ ആ ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ആ ശക്തി അങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് നമ്മുടെ കുടുംബം മുഴുവൻ, നമ്മുടെ പരമ്പര മുഴുവൻ 7 തലമുറയിലേക്കും അവിടുന്ന് അങ്ങോട്ടത് വ്യാപിക്കാനുള്ള കാരണക്കാർ നമ്മളാവുമെന്ന് മാത്രമല്ല, ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാ സൗകര്യങ്ങളോടു കൂടിയും, നമുക്ക് എല്ലാ അനുഗ്രഹത്തോടു കൂടിയും, എല്ലാ ഈശ്വര സമ്പത്തോടുകൂടിയും നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം ആ കുലദേവത തരും എന്നുള്ളത് തീർച്ചയാണ് അനുഭവത്തിൽ. അതുകൊണ്ട് എല്ലാവരും, എല്ലാ കുടുംബങ്ങളും, എല്ലാ കുലങ്ങളും ആ കുലദേവതയ്ക്ക് സ്ഥാനം കൊടുത്ത് കൊണ്ടുവന്ന് അതിനെ സംരക്ഷിക്കണമെന്ന് തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും ഉറച്ചു പറയാനുള്ളത്. അതിന് എല്ലാവരുടെ ഹൃദയം അതിനു വേണ്ടി പ്രവർത്തിക്കണം. ഓരോരുത്തരുടെ ഹൃദയത്തിലും ആ ദേവതയെ പ്രതിഷ്ഠിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ശ്രീകോവിലിന് വേണ്ടിയിട്ട് നമ്മളെ ഹൃദയം തുളുമ്പിക്കൊണ്ടിരിക്കും, ആ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് പേരുടെ ഹൃദയം ഇടിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ദേവതയ്ക്കൊരു സ്ഥാനമുണ്ടാവും. അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ ചുറ്റുവട്ടത്ത് നമുക്ക് സാധിക്കും. അത് അവരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും, എല്ലാ കുടുംബങ്ങൾക്കും, പരദേവതാ കുടുംബങ്ങൾക്കും എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.